أعوذ بالله من الشيطان الرجيم ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നിച്ചുകൂടിയിട്ടുള്ള ഈ മഹത്തായ സദസ്സ് നാളെ പരലോകത്തേക്ക് നമുക്ക് ഉപകരിക്കുന്ന ഏറ്റവും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും അല്ലാഹു അവന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന പുറത്തു തന്നുകൊണ്ട് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലജ്ജ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ ധാരാളക്കണക്കിന് സൃഷ്ടികളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രാധാന്യവും പ്രത്യേകതയുമുള്ള വിഭാഗമായ മനുഷ്യൻ ജന്തുലോകത്തിലെ മറ്റുള്ള ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അവനിൽ മാത്രം കാണുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ഗുണമാണ് ലജ്ജാശീലം എന്ന് പറയുന്ന ഗുണം. ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ഗുണം തന്നെയാണത്. ലജ്ജയും നാണവും മാനവും എന്ന് സാധാരണയായി നമ്മൾ പ്രയോഗിക്കാറുള്ള പദങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനുമായി കൊണ്ടാണ് ലജ്ജയെ കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, അൽ ഈമാനു ബിളുഉൻ വസിത്തൂന ശുഅബ. ഈമാൻ എന്ന് പറയുന്നത് 10-60 പരം ശാഖകളുണ്ട്. ചില റിപ്പോർട്ടിൽ ബിളുഉൻ വസബഊന ശുഅബ എന്ന് കാണാൻ സാധിക്കും. 70-ലേറെ ശാഖകളുള്ളതാണ് ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് ഒരാളിൽ പൂർണ്ണമാകണമെങ്കിൽ ആ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതിലേക്കാണ് ഇസ്ലാം വിരൽ ചൂണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഈമാനിന്റെ ധാരാളക്കണക്കിന് ശാഖകളുള്ളതാണ് ഈമാൻ എന്ന് പറയുകയും അതിന്റെ ഏറ്റവും ടോപ്പായി ശ്രേഷ്ഠകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായിക്കൊണ്ട് ഒരു ശക്തിയുമില്ല എന്ന പരമപ്രധാനമായ തൗഹീദാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, വഅദ്നാഹ ഇമാത്തത്തുൽ അദാ അനിത് ത്വരീഖ്. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കം ചെയ്യലാണ് ഈമാനിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ളത്. അതും ഈമാനിൽപ്പെട്ടതാണ്. വഴിയിൽ കാണുന്ന ഒരു ഉപദ്രവത്തെ, ജനങ്ങൾക്ക് ഉപദ്രവമുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ വഴിയിൽ നിന്ന് ഒരു മുള്ളോ കല്ലോ അല്ലെങ്കിൽ ജനസഞ്ചാരമുള്ള മേഖലകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കമ്പോ അല്ലെങ്കിൽ ആളുകളുടെ സുഗമമായ നടന്നു പോകുന്നതിന് സഞ്ചാരത്തിന് വിഘാതമായിട്ടുള്ള വഴിയിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഒരാൾ നീക്കിയിടുന്നുവെങ്കിൽ അതും ഈമാനിന്റെ ഭാഗമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുടർന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു ശാഖയാകുന്നു. അപ്പൊ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു ഹദീസിൽ, അൽ ഹയാഉ, ലജ്ജ ഈമാനിന്റെ ഭാഗമാകുന്നു എന്ന്. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ലജ്ജാശീലരായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് തന്നെ സ്വഹാബത്ത് പറയുന്നത്, കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ ഫഇദാ റആ ശൈഅൻ യക്റഹുഹു അറഫ്നാഹു ഫീ വജ്ഹിഹി റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. സഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദ ഹയാഅൻ, ഏറെ ലജ്ജാശീലനായിരുന്നു. പ്രവാചകന്റെ ഗുണമായിരുന്നു അത്, ലജ്ജയുള്ളയാളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരേക്കാൾ ഉപമിച്ചത് എന്തിനോടാണ്? മിനൽ അദ്റാഇ ഫീ ഖിദ്രിഹാ, പുറത്തേക്കൊന്നും ഇറങ്ങാതെ വീടിന്റെ അകത്ത് തന്നെ താമസിച്ചു കൊണ്ടിരിക്കുന്ന തരുണീമണികളെക്കാൾ, അന്തഃപുരത്തിനകത്ത് ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജാശീലമുള്ളവരായിരുന്നു. ഫൈദാ റആ ശൈഅൻ യക്റഹുഹു, അവിടത്തേക്ക് വെറുപ്പുള്ള വല്ലതും അവിടുന്ന് കണ്ടാൽ, അറഫ്നാഹു ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്ത് നിന്ന് ഞങ്ങളത് മനസ്സിലാക്കാറുണ്ട്. ലജ്ജിക്കേണ്ടുന്ന, പ്രയാസമുണ്ടാക്കുന്ന, യഥാർത്ഥമായ മനുഷ്യന്റെ മാന്യതയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലും ഒന്ന് അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വല്ലതും അവിടുത്തേക്ക് അരോചകമായത് വല്ലതും കണ്ടാൽ, അറഫ്നാഹു ഫീ വജ്ഹിഹി, അവിടുത്തെ തിരുമുഖത്ത് നിന്ന് ഞങ്ങളത് മനസ്സിലാക്കാറുണ്ട്. ആ മുഖം വിവർണമാകും, ആ മുഖത്ത് മാറ്റങ്ങൾ സംഭവിക്കും. എന്തേ? അരുതാത്തൊരു സംഗതി ദർശിച്ചുപോയി, കണ്ടുപോയി എന്ന നിലക്ക്. അത്രക്കും അവിടുന്ന് ലജ്ജാശീലം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗുണത്തിന്റെ ഉടമയായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പറയുന്നത്. ഇവിടെ സഹോദരന്മാരെ, എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാരതിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. ലജ്ജിക്കുക, എനിക്ക് ലജ്ജയുണ്ടോ, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ, എങ്ങനെയാണത് പരിശോധിക്കേണ്ടത്, എന്താണത് അളക്കാനുള്ള മാനദണ്ഡമെന്ത്? പണ്ഡിതന്മാര് പറയുന്നു, അൽ ഹയാഉ, ലജ്ജ എന്ന് പറയുന്നത് ഖുലുഖുൻ, ഒരു സ്വഭാവമാണ്. ആ സ്വഭാവം ഉള്ളവനിൽ, ആ സ്വഭാവം ഒരാളിൽ ഉണ്ടെങ്കിൽ, യബ്അസു അലാ ഇജ്തിനാബിൽ ഖബീഹി മിനൽ അഫ്ആലി വൽ അഖ്വാലി വയംനഉ മിനത് തഖ്സീരി ഫീ ഹഖ് ദിൽ ഹഖ്. ആ സ്വഭാവമുള്ള മനുഷ്യന്റെ പ്രത്യേകത, ഒരാളിൽ ലജ്ജ എന്ന് പറയുന്ന ഗുണമുണ്ടെങ്കിൽ അത് അവനെ പ്രേരിപ്പിക്കും. ലജ്ജയുള്ള മനുഷ്യനെ അവന്റെ ലജ്ജാശീലം പ്രേരിപ്പിക്കും. അലജ്തിനാബിൽ ഖബീഹി മിനൽ അഫ്ആലി വൽ അഖ്വാലി, വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ചീത്തയായ പ്രവർത്തനങ്ങൾ വരാതെ നോക്കും. അപ്പൊ വാച കർമ്മണ, അതല്ലെങ്കിൽ വാക്കിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ഒരു മോശപ്പെട്ട പ്രവൃത്തി ഒരാളിൽ വരാതെ അയാളെ തടയുന്ന സ്വഭാവത്തിനാണ് എന്ത് പറയുന്നത്? ലജ്ജ എന്ന് പറയുന്നത്. അതാണ് ലജ്ജ. ഒരു ചീത്തയായ വാക്ക് പറയാൻ അയാൾക്ക് കഴിയൂല, ഒരു ചീത്തയായ പ്രവൃത്തിയിൽ ഇടപെടാൻ അയാൾക്ക് കഴിയൂല. അങ്ങനെ ഒരാളുണ്ടോ എങ്കിൽ അയാളിൽ അൽ ഹയാഉ എന്ന് പറയുന്ന ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ലജ്ജയുടെ ഗുണം അയാളിലുണ്ട്. അതൊരാളിൽ ഉണ്ടെങ്കിൽ അയാളെ അതിന്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കാനും പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി മറ്റൊരു സഹാബിയോട് ഇങ്ങനെ ഗുണദോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഹാബി കുറച്ച് കൂടുതൽ ലജ്ജയുള്ളയാളാണ്. ഇങ്ങനെ ലജ്ജിച്ചാ പാടുണ്ടോ, ഇങ്ങനെ ലജ്ജിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ലജ്ജാശീലത്തെ സംബന്ധിച്ച് ആ സഹാബിയോട് മറ്റൊരു സഹാബി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഹു, വിട്ടുകളഞ്ഞേക്ക്. എന്താ ലജ്ജയുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് അയാളെ വിഷമിപ്പിക്കുന്നത്? നല്ല ഗുണമല്ലേ? അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അത് ഉണ്ടാവട്ടെ, അത് ഉണ്ടാവണം, അത് ഉണ്ടാവുകയാണ് വേണ്ടത്. അത് നഷ്ടപ്പെട്ടതാണ് ലോകത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിപത്തും ആപത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഗുണം നമ്മളിൽ ഉണ്ടാവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. നമ്മിലുണ്ടാകണം, നമ്മുടെ അരുമ സന്താനങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ കുടുംബിനികളിൽ ഭാര്യമാരിൽ ഉണ്ടാവണം, സമൂഹത്തിലുള്ള എല്ലാ ആളുകളിലും ഇത് നിറഞ്ഞു നിൽക്കണം ഈ ഗുണം. ആ ഗുണം ഈമാനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടുത്തെ തന്നെ മറ്റൊരു ഹദീസ് കേട്ടു നോക്കൂ, അതിൽ വളരെ കൃത്യമായി വീണ്ടും പറയാണ്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ.
ഓരോ മതത്തിനും ഒരു സംസ്കാരമുണ്ട്. എല്ലാ മതങ്ങൾക്കും ഒരു സംസ്കാരമുണ്ട്. ഓരോ മതത്തിനും അവരുടേതായ സംസ്കാരങ്ങളുണ്ട്. ഇസ്ലാമിന്റെ സംസ്കാരം വഖുലുഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മുഖമുദ്രയും മുസ്ലിമീങ്ങളുടെ സംസ്കാരത്തിന്റെ ഏറ്റവും ടോപ്പ് എന്താണ്? ഏറ്റവും പ്രധാനം എന്താണ്? അൽ ഹയാഉ, ലജ്ജയാണ്. ലജ്ജയുള്ളവനെ മുസ്ലിമാകൂ, ലജ്ജയുള്ളവനെ മുഅ്മിനാവുകയുള്ളൂ. അപ്പൊ മുസ്ലിമാകണോ മുഅ്മിനാവണോ എന്ത് വേണമെന്നാ പറയുന്നത്? ലജ്ജ വേണം. ഇനിയും കേട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നോക്കിയാൽ അവിടുന്ന് പറയാണ്, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ ഖൈറല്ലാതെ കൊണ്ടുവരൂല. ഒരാളിൽ ലജ്ജയുണ്ടായി എന്ന് വിചാരിച്ചിട്ട് അയാൾക്കൊരു ശർറും ഉണ്ടാവില്ല. ലജ്ജ വിരോധിക്കപ്പെട്ട ചില ലജ്ജകളുണ്ട്, അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. ഇത് ഇസ്ലാം അനുശാസിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ലജ്ജയുടെ കാര്യമാ പറയുന്നത്. വേണ്ടാത്ത ചില ലജ്ജകളുണ്ട്, അതേതാന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാനുണ്ട്. ഇവിടെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വേണമെന്ന് പറയുന്ന ലജ്ജ എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ അത് നമ്മിൽ ഖൈറേ വരുത്തിവെക്കൂ. ഒരു ശർറും അതുകൊണ്ടൊരാപത്തും ഉണ്ടാവുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവിടുന്ന് പറഞ്ഞത്, അൽ ഹയാഉ കുല്ലുഹു ഖൈറുൻ. ലജ്ജ അതിന്റെ എല്ലാ വശങ്ങളും ഖൈറാണ്. അതുകൊണ്ട് ലജ്ജിക്കണം, നാണം വേണം. നമ്മൾ പറയില്ലേ സാധാരണ ആളുകളോട്, എന്തടാ ഇങ്ങനെ ഒരു നാണമില്ലാതെ, നാണവും മാനവും ഇല്ലാതെ എന്തടാ ജീവിക്കുന്നത്? അതുകൊണ്ട് നാണവും മാനവും എന്നൊക്കെ പറയുന്ന ലജ്ജ, അതും മനുഷ്യന് ഈമാനിൽ നിന്നുണ്ടാകുന്ന ലജ്ജക്കാണ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുക. ഇവിടെ ലജ്ജ ഒരു വിശ്വാസമില്ലാത്തവനുക്കും ലജ്ജ ഉണ്ട്. അത് പൊതുവെ മനുഷ്യ പ്രകൃതി ഒരു ലജ്ജയാണ്. അതുകൊണ്ടാണ് ഒരു നിരീശ്വരവാദിയാണെങ്കിലും റോട്ടുമ്മൽ ഇറങ്ങി മുണ്ട് പൊക്കി മൂത്രയിക്കാത്തത്. എന്താ കാരണം? അവനൊരു പ്രകൃത്യാ ഒരു ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യനിലുണ്ട്. അവൻ ദൈവവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യന്റെ ഒരു പ്രകൃതാണ് ലജ്ജ. അയാൾ കാണൂലേ, അയാൾ കേൾക്കൂലേ? അപ്പൊ ആളുകളുടെ മുമ്പിൽ കാണാൻ കൊള്ളാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിക്കുന്നത്, കേൾപ്പിക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ മനുഷ്യ സഹജമായ നിലക്ക് തന്നെ മനുഷ്യനിൽ ഊട്ടപ്പെട്ടിട്ടുള്ള ഒരു വികാരം എന്ന നിലക്ക് തന്നെ മനുഷ്യനിൽ എന്ത് കുടികൊള്ളുന്നുണ്ട്? ഇത്തിരി ലജ്ജ അവിടെ കുടികൊള്ളുന്നുണ്ട്. പക്ഷെ അതിന് ഈമാനികമായ നിലക്കുള്ള അടിത്തറ പാകുവാൻ നമുക്ക് കഴിയലാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മെ ഉന്നതന്മാരാക്കി മാറ്റുന്നത്. അല്ലാത്തതിന് പ്രതിഫലമില്ല. എല്ലാവർക്കും ലജ്ജ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ ആളുകൾ പലതും ചെയ്യൂല, ചിലതും പല കാര്യങ്ങൾക്കും അവർക്ക് മടിയാണ്, നാണമാണ്. പക്ഷേ ഒരു മുസ്ലിമിന്റെ ലജ്ജ അങ്ങനെയല്ല. അവന്റെ ഈമാനുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ പലതും ചെയ്യാത്തത്, പലതും പറയാത്തത്, പലയിടത്തും പങ്കെടുക്കാത്തത്. അതുകൊണ്ട് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅ ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിഅൽ ആഖർ. ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ട സംഗതികളാകുന്നു. രണ്ടും കൂട്ടാണ്. ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. ഫഇദാ റുഫിയ അഹദുഹുമാ, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ റുഫിഅൽ ആഖറു, മറ്റേത് തനിയെ ഉയർത്തപ്പെട്ടു പോകും. ലജ്ജയും ഈമാനും വേണം, രണ്ടും കൂടി ഉണ്ടാവും ഒരു മുഅ്മിനിൽ. ഏതെങ്കിലും ഒന്ന് പോയാൽ ഈമാൻ പൂർണ്ണാവില്ല. ഈമാൻ ഉണ്ട് ലജ്ജല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ലജ്ജയുണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാകും. ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേത് ഇല്ല, ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേത് ഇല്ല. അതുകൊണ്ട് രണ്ടും വേണം. ഇതൊക്കെ ഈ വിഷയത്തിന്റെ പ്രാധാന്യമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു. ലജ്ജ ഒരാളിൽ കുറഞ്ഞാൽ സൂക്ഷ്മത അവനിൽ കുറഞ്ഞു പോകും. ആരും വിശദീകരിച്ചു തരേണ്ടതില്ല, നമുക്കൊക്കെ അറിയാമത്. ഒരാൾക്ക് ലജ്ജ ഇല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത ഉണ്ടാവില്ല. എല്ലാ തോന്നിയാസവും അയാളിൽ ഉണ്ടാവും. വറഅ്, പടച്ചവനെ പേടി, അള്ളാഹുവിനെ ആ ഭയം, ആ സൂക്ഷ്മത, ആ ബോധം അതൊരാളിൽ ഉണ്ടാകുന്നത് ലജ്ജ കൂടുന്തോറും ഉണ്ടാകും. വമൻ ഖല്ല വറഉഹു, സൂക്ഷ്മത കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരുന്നാൽ അവസാനം എന്താ സംഭവിക്കുക? മാത്ത ഖൽബുഹു, മാത്ത ഖൽബുഹു, അവന്റെ ഹൃദയം ചത്തുപോകും. ഹൃദയം മരവിച്ചു പോയാ പിന്നെ മുദ്ര വെക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു, സീല് വെക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒരു ഉപദേശം അങ്ങോട്ട് കേറൂല, ഒരു സതുപദേശം പിന്നെ അതിലേക്ക് പ്രവേശിക്കൂല, ഒരു നല്ല കാര്യം പിന്നെ ആ കൽബിൽ ചിന്തിക്കൂല. ആ നിലക്ക് എല്ലാ വൃത്തികേടുകളുടെയും ലോകത്തേക്ക് അവന്റെ കണ്ണും കാതും കൽബും അങ്ങ് തിരിഞ്ഞു പോകും. എപ്പോൾ?
ലജ്ജ എന്ന് പറയുന്ന മഹിതമായ ഗുണം ഒരാളിൽ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് അവന്റെ ഹൃദയം അങ്ങ് ചത്തുപോയി, ഹൃദയം ഒരു ശവമായി മാറുന്നവർ ഘട്ടമെത്തിയാൽ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ച് ചികിത്സയില്ലാതായ അവസാനം അത് ചത്തുപോകലാണ്. ഫീ ഖുലൂബിഹിം മറളുൻ എന്ന് അല്ലാഹു ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങൾക്കൊക്കെ രോഗം ബാധിച്ചിട്ടുണ്ട്. ആ രോഗത്തിനുള്ള ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ അവസാനം അവരുടെ ഹൃദയം ചത്തുപോകും. പിന്നെ അതിലേക്ക് ഒന്നും സത്യം പ്രവേശിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഒരാൾ ഉപദേശം തേടിക്കൊണ്ടുവരികയാണ്. ഉപദേശം തേടിക്കൊണ്ട് വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീക ബിത്തഖ്വല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അതാ നിന്നോട് പറയാനുള്ളത്. നീ തഖ്വയോടെ ജീവിക്കണമെന്ന് ഞാൻ നിന്നോടിതാ ഗൗരവത്തോടെ ഉപദേശിക്കുന്നു. വഅൻ തസ്തഹിയ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നീ ലജ്ജ പാലിക്കണം. റബ്ബിനോട് ഇടപെടുന്ന വിഷയത്തിൽ നിനക്ക് ലജ്ജയുണ്ടാകണം. നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും ലജ്ജ കാണിക്കണം. ഏതുപോലെ? കമാ തസ്തഹി റജുലൻ സാലിഹൻ മിൻ ഖൗമിക, നീ നിന്റെ ആളുകളിൽപ്പെട്ട നിന്റെ ജനങ്ങളിൽപ്പെട്ട ഒരു സാലിഹായ മനുഷ്യനിൽ നിന്ന് എത്രത്തോളം ലജ്ജുന്നുവോ, എത്രത്തോളം ഒരു സാലിഹായ മനുഷ്യനിൽ നിന്ന് നിനക്ക് ലജ്ജ തോന്നുന്നുവോ, അതിനേക്കാൾ ഗൗരവത്തോടെ നീ റബ്ബിന്റെ കാര്യത്തിൽ ലജ്ജിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്താണ്. എന്താണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം? നമ്മളൊരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ 4 ഭാഗം നോക്കുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും അറിയാതിരിക്കണം എന്നാണ് എല്ലാവരുടെയും മോഹം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഒരു സാലിഹായ, നമ്മളെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ കാണരുതേന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. അവിടെ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സദ്വൃത്തനായ സാലിഹായ ഒരു മനുഷ്യന്റെ മുമ്പിൽ വെച്ച് തെറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുമോ? അയാൾ കാണൂലേ, അയാൾ കേൾക്കൂലേ, അയാൾ അറിയൂലേ, അയാൾ അറിഞ്ഞ മോശല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള സദ്വൃത്തനായ സ്വാലിഹായ ഒരാളിൽ നിന്ന് എപ്രകാരം തിന്മകൾ നമ്മൾ മറച്ചു വെക്കുന്നുവോ, അതിനെ അയാളെ കണ്ടിട്ട് ലജ്ജിച്ചിട്ടല്ലേ ഇപ്പൊ ആ തിന്മ ചെയ്യാത്തത്. അയാൾ കാണും, അയാൾ അറിഞ്ഞല്ലോ, അയാൾ കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സദ്വൃത്തനായ സ്വാലിഹായ ഒരാളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം ലജ്ജിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവോ, അതിനേക്കാൾ ഗൗരവത്തോടെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ലജ്ജിച്ചുകൊണ്ട് നിങ്ങൾ തിന്മയിൽ നിന്ന് വിട്ടുനിന്നോളണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് വസിയത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വളരെ കൃത്യമായി തന്നെ സ്വഹാബത്തെ രേഖപ്പെടുത്താണ്, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ യഥാർത്ഥമായ നിലക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ ശരിയായ ലജ്ജയുള്ളവരാകണം. നിങ്ങൾ ശരിക്കും ലജ്ജയുള്ളവരാകണം. ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ലജ്ജിക്കുന്നവര് തന്നെയാണല്ലോ, പിന്നെ എന്താണ് ശരിക്കും ലജ്ജ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പാലിക്കേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി റിപ്പോർട്ടിൽ കാണാം, ലൈസദാക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലജ്ജയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വലാകിന്നൽ ഇസ്തിഹയാ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ശരിക്കുള്ള ലജ്ജ എന്ന് പറയുന്നത്, ഓ മുസ്ലിമേ, നീ ശരിക്കും റബ്ബിന്റെ കാര്യത്തിൽ ലജ്ജയോടുകൂടെ ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അവിടുന്ന് വിശദീകരിക്കുകയാണ്. അൻ തഹ്ഫളർ റഅസ വമാ വആ വതഹ്ഫളൽ ബത്ന വമാ ഹവാ വതതദക്കറൽ മൗത വൽ ബിലാ വമൻ അറാദൽ ആഖിറത തറക സീനത്തദ് ദുനിയാ ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹയാ മിനല്ലാഹി ഹഖൽ ഹയാ. ഒരൽപ്പം വിശദീകരണത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ മനഃപ്പാഠമാക്കി വെക്കേണ്ടുന്ന ആശയമാണ്. ഇത് നോക്കിയിട്ട് വേണം ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ലജ്ജയുണ്ടോ എന്ന് തീരുമാനിക്കാൻ. നിങ്ങൾ ഓരോരുത്തരും, സഹോദരീ സഹോദരന്മാർ ഓരോരുത്തരും ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നോക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലജ്ജ എന്ന് പറയുന്ന ഗുണമുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതിന് ഉതകുന്ന നിലക്ക് അവിടുന്ന് വിശദീകരിച്ചു തരികയാണ്. ശരിക്കും അല്ലാഹുവിന്റെ കാര്യത്തിൽ ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ അൻ തഹ്ഫളർ റഅസ വമാ വആ,
നീ നിന്റെ തല സൂക്ഷിക്കലാകുന്നു. നിന്റെ തല നീ സൂക്ഷിക്കണം, ശിരസ് സൂക്ഷിക്കണം, ശിരസ്സിനെ സൂക്ഷിക്കണം, തലയെ സൂക്ഷിക്കണം. ആ തലയിൽ ഉൾക്കൊള്ളുന്നതിനെയും നീ നന്നായി സൂക്ഷിച്ചോളണം. എന്താണ് തലയിൽ ഉൾക്കൊള്ളുന്നവ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു മനുഷ്യന്റെ ശിരസ്സിലാണ് അവന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. ഒന്ന്, മനുഷ്യന്റെ 2 കണ്ണുകളും അവന്റെ ശിരസ്സിലാണ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവന്റെ കേൾവിശക്തി എന്ന് പറയുന്ന 2 കാതുകളും അവന്റെ തലയിലാണുള്ളത്. അതുപോലെ തന്നെ പല്ലുകൾ കൊണ്ട്, അതുപോലെ തന്നെ 2 ചുണ്ടുകൾക്കുള്ളിൽ ഭദ്രമായി കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു തന്നിട്ടുള്ള അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ നാം അവന് കൊടുത്തിട്ടില്ലയോ? വലിസാനം വശഫതൈൻ, ഒരു നാവ് അവന് കൊടുത്തിട്ടില്ലയോ? ആ നാവ് ഉപയോഗപ്പെടുത്തണമെങ്കിൽ കീഴ്ചുണ്ടും മേൽചുണ്ടുമാകുന്ന 2 ചുണ്ടുകൾ കൂടിയേ കഴിയൂ. അതില്ലാത്തവന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ആ നിലക്ക് 2 ചുണ്ടുകളും നാവും അവന് നൽകിയിട്ടില്ലേ? കണ്ണുകൾ നൽകിയിട്ടില്ലേ? അതുപോലെ തന്നെ കാതുകളും മനുഷ്യന് നൽകിയിട്ടുണ്ട്, തലച്ചോറ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യന്റേതായ തല, ആ തല ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിക്കലാണ് ശരിക്കുമുള്ള ലജ്ജാശീലം നിന്നിലുണ്ടോ എന്ന പരിശോധന. വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. എന്താ ലജ്ജ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു തന്നു. നിന്റെ ശിരസ് നീ ആദ്യം സൂക്ഷിക്കണം, അത് ഉൾക്കൊള്ളുന്നവയെ മുഴുവനും നീ സൂക്ഷിക്കണം. അതിന് നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത് പറയുന്നത് വതഹ്ഫളൽ ബത്ന വമാ ഹവാ, നീ നിന്റെ വയറിനെ സൂക്ഷിക്കണം, നിന്റെ ആമാശയത്തെ, നിന്റെ വയറിനെ സൂക്ഷിക്കണം. വമാ ഹവാ, അതിന്റെ ചുറ്റുമുള്ളതിനെയും, അഥവാ മനുഷ്യന്റെ വയറുമായി, അവന്റെ കൈകാലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അവന്റെ ലൈംഗികമായ അവയവമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ മനുഷ്യന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഇത് 2ഉം നീ സൂക്ഷിക്കണം, ഈ 2 ഭാഗവും നീ സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ് വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുന്നുവെങ്കിൽ തറക സീനത്തദ് ദുനിയാ, അവൻ ഈ ലോകത്തെ അലങ്കാരങ്ങളെ അള്ള വിരോധിച്ച നിലക്ക് അവൻ ഉപയോഗപ്പെടുത്താതെ, പരലോകം മോഹിക്കുന്നവർ ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൂല. അങ്ങനെയൊക്കെ സൂക്ഷിക്കും ജീവിക്കുന്നുവെങ്കിൽ ഫമൻ ഫഅല ദാലിക, തുടർന്നുകൊണ്ട് പറയാണ്, അതിന്റെ മുന്നേ പറഞ്ഞു വതതദക്കറൽ മൗത വൽ ബിലാ, നീ മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. നിനക്ക് ഈ ഭൂമിമുഖത്ത് നിന്ന് നശിച്ചു പോകാനുള്ളവനാണ് നീ എന്ന്, ഇവിടെ നിന്ന് മരിച്ചു പോകാനുള്ളവനാണെന്ന് നീ എപ്പോഴും ഓർക്കണം. ആ നിലക്കൊക്കെ നീ പ്രവർത്തിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹിയാ മിനല്ലാഹി ഹഖൽ ഹയാ, അവനാണ് ശരിക്കും അല്ലാഹുവിന്റെ കാര്യത്തിൽ ലജ്ജാശീലം നിലനിർത്തിയവൻ. ഒരൽപ്പം സുദീർഘമായ ഹദീസിൽ പറഞ്ഞ ആശയം എന്താ സുഹൃത്തുക്കളെ? ഇതിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ശരിക്കും ലജ്ജയുള്ള ഒരു മുസ്ലിം പുരുഷൻ, ഒരു മുസ്ലിം സ്ത്രീ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് ലജ്ജിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. അവന്റെ തല അവൻ സൂക്ഷിക്കണം. ആ തലയുൾക്കൊള്ളുന്നത് തലയുൾക്കൊള്ളുന്നത് അവന്റെ കണ്ണ്, കാത്, നാവ്, അവന്റെ മസ്തിഷ്കം, അവന്റെ ചിന്ത എല്ലാം അവൻ വളരെ കരുതലോടെ ഉപയോഗപ്പെടുത്തണം. ഇവിടെയാണ് നാണമില്ലാത്ത മനുഷ്യന്റെ സ്വഭാവം വെളുത്തേക്ക് വരുന്നത്, പുറത്തേക്ക് വരിക. അവൻ കണ്ണ് സൂക്ഷിക്കൂല, കാത് സൂക്ഷിക്കൂല, നാവ് സൂക്ഷിക്കൂല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് പറഞ്ഞ വതഹ്ഫളൽ ബത്ന വമാ ഹവാ, വയറ്റിലേക്ക് നിറക്കുന്ന മുതലെന്താണെന്ന് അവൻ ചിന്തിക്കൂല. ആമാശയത്തിലേക്ക് അവൻ കടത്തിവിടുന്ന ആഹാരം, അവന്റെ ഭക്ഷണം, അവന്റെ സമ്പാദ്യം ഏതു മാർഗത്തിലൂടെ വന്നതാണെന്ന് ലജ്ജയില്ലാത്തവൻ നോക്കൂല. അതുപോലെ തന്നെ അതുമായി ഉൾക്കൊള്ളുന്ന അവന്റെ ലൈംഗികാവയവത്തെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ ഒതുക്കി വെക്കൂല. ഇങ്ങനെ കൃത്യമായി തന്നെ അവന്റെ എല്ലാ അവയവങ്ങളെയും മടക്കി ഒതുക്കി വെക്കുന്നവനാരോ അവനാണ് ശരിക്കും ലജ്ജയുള്ളവൻ. ഇങ്ങനെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ലജ്ജയുള്ളവരാണോ?
ലജ്ജയുള്ളവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിലേക്ക് നോക്കൽ ലജ്ജയില്ലാത്തവന്റെ സ്വഭാവമാണ്. കാരണം ലജ്ജിക്കണ്ടേ? അള്ളാഹിനെ നിനക്ക് പേടിയുണ്ടോ? അള്ളാഹുവിന് ഭയമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടാണോ ആ തിന്മ കാണാതിരിക്കുന്നത് എങ്കിൽ ജനങ്ങൾ കാണട്ടെ കാണാതിരിക്കട്ടെ, നീ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കും. കാരണം നീ ഭയപ്പെടുന്നത്, നീ ലജ്ജിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാകുന്നു. ഏറ്റവും പരമപ്രധാനമായ ലജ്ജ വേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ഇന്ന് നമ്മൾ നേരെ മറിച്ചാണ്. ജനങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ആര് കാണുന്നുണ്ടോന്നാ നോക്കുന്നത്. നാട്ടിലുള്ള ആരെങ്കിലും അറിയോ, ജനങ്ങൾ ആരെങ്കിലും അറിയോ എന്നാണ്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞു. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും. അവര് ജനങ്ങളിൽ നിന്നാണ് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. ആളുകൾ കാണരുതെന്നേ അവര് ചിന്തിക്കുന്നുള്ളൂ. ആരും കാണരുത്, അറിയരുത്, കേൾക്കരുതെന്നേ അവര് ചിന്തിക്കുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങളാണ് അവര് ചെയ്യുന്നത്. പക്ഷേ ആ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആരും കണ്ടിട്ടില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഒരിടത്തൊരാൾ ഇരിക്കുമ്പോഴും അവൻ മറന്നുപോകുന്ന ഒരു സംഗതിയുണ്ട്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അല്ലാഹുവിനെ മറച്ചു വെക്കാൻ അവർക്ക് കഴിയുമോ? അല്ലാഹനെ മറച്ചു വെക്കാൻ കഴിയുമോ? വഹുവ മഅഹും. അവൻ അവരുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അല്ലാഹ് എപ്പോഴും കൂടല്ലേ. പിന്നെന്താ ഈ ആളുകൾ കാണുന്നുണ്ടോ നോക്കിയിട്ട് കാര്യം? ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ, നിന്റെ റബ്ബ് കാണുന്നില്ലേ? അതാണ് മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചു. ഹാത്തിമുൽ അസ്വം റഹിമഹുല്ലാഹ് പറയാണ്, തആഹദ് നഫ്സക ഫീ സലാസിൻ. 3 സന്ദർഭങ്ങളിൽ നിന്റെ മനസ്സിനെ നീ ശരിക്കും ശ്രദ്ധിച്ചോളണം. 3 സമയങ്ങളിൽ, 3 സന്ദർഭങ്ങളിൽ നീ നിന്റെ മനസ്സിന് വല്ലാത്തൊരു കോച്ചിങ് കൊടുക്കണം, ഒരു ക്ലാസ് കൊടുക്കണം. സ്വന്തം മനസ്സിന് സ്വന്തത്തെ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ഏതാ 3 സന്ദർഭം? ഇദാ അമിൽത, നീ വല്ലതും പ്രവർത്തിക്കുന്ന നേരമായാൽ, നീ എന്തെങ്കിലും ഒരു പണിയെടുക്കുകയാണെങ്കിൽ, നീ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന നേരത്താണെങ്കിൽ, ഫദ്കുർ, നീ ഓർക്കണം, നളറല്ലാഹി ഇലൈക്, അല്ലാഹ് നിന്നിലേക്ക് നോക്കുന്നുണ്ട്. ഒന്നാമതായി മനസ്സിനെ പഠിപ്പിക്കാൻ പറയാൻ 3 ഘട്ടങ്ങളിൽ നീ ചില കാര്യങ്ങൾ നിന്റെ മനസ്സിനെ പഠിപ്പിച്ചേ പറ്റൂ. ഒന്ന്, നീ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ മനസ്സിനെ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? നളറല്ലാഹി ഇലൈക്, അല്ലാഹ് നിന്നെ നോക്കുന്നു. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, ഒരു സൽക്കർമ്മത്തിലാണ് നമ്മൾ. നമുക്കൊരു നിയ്യത്തുണ്ട്, ഈ വേദി വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് ഇതൊരു അമലു സാലിഹാത്തായി അള്ളാഹു സ്വീകരിക്കണമെന്ന്. ഇൽമു പറയുന്ന സദസ്സുകളിൽ വന്നിരിക്കുന്നത്, അവിടെ വെച്ച് ദുആ ചെയ്യുന്നത്, മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ്, നല്ല കാര്യമാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ വന്നിരിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. അപ്പൊ നമ്മളെ മനസ്സിലെന്താ? ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടിയാ? വേറെ ആരെങ്കിലും കാണാനാ നമ്മൾ വന്നിരിക്കുന്നത്? അല്ല, നമ്മൾ നമ്മുടെ റബ്ബിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ. അപ്പൊ നമ്മളെ മനസ്സിൽ വേണം എന്ത്? ഉദ്കുർ, നീ ഓർക്കണം, നളറല്ലാഹി ഇലൈക, അല്ലാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു എന്നെ നോക്കുന്നു. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നീ അറിയണം, അള്ളാഹ് നിന്നെ നോക്കുന്നുണ്ട്. നീ ഒരു തെറ്റ് ചെയ്യാണ്, ഒരു തെറ്റായ ഒരു പ്രവൃത്തി നീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഹറാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീ നിന്റെ മനസ്സിനെ പഠിപ്പിക്കണം, ഉദ്കുർ നളറല്ലാഹി ഇലൈക, അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് എന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും എനിക്ക് മോചനം നേടാൻ, രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് വല്ലതും നീ പ്രവർത്തിക്കുന്ന നേരത്തൊക്കെ നീ നിന്നെ പഠിപ്പിക്കണം, അള്ളാഹ് നോക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഇദാ തകല്ലംത, നീ വല്ലതും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നീ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഫദ്കുർ, നിന്റെ മനസ്സിനെ നീ ഓർമ്മിപ്പിക്കണം, നീ പഠിപ്പിക്കണം. സമഅല്ലാഹി മിൻക്, നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹ് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യുമ്പോ നീ എന്താ പഠിപ്പിക്കേണ്ടത്? അല്ലാഹ് നോക്കുന്നു. നീ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ എന്താ നിന്നോട് പറയേണ്ടത്? അല്ലാഹ് കേൾക്കുന്നു. നിന്റെ സംസാരം അല്ലാഹ് കേൾക്കുന്നു. മൂന്നാമത് അവിടുന്ന് പറഞ്ഞു, വഇദാ സകത്ത ഫദ്കുർ ഇൽമല്ലാഹി ഫീക്, നീ മിണ്ടാതിരിക്കുകയാണെങ്കിലോ, നീ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒരിടത്തും മിണ്ടാതിരിക്കുക. ഒരിടത്ത് മിണ്ടാതിരിക്കുമ്പോഴും നീ നിന്റെ മനസ്സിനൊരു ക്ലാസ് കൊടുക്കണം. അതെന്താ?
ഇൽമല്ലാഹി ഫീക്, നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് വിചാരവികാരങ്ങളെന്ന് അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നീ വല്ലതും ചെയ്യുമ്പോഴും വല്ലതും പ്രവർത്തിക്കുമ്പോഴും നീ വല്ലതും പറയുമ്പോഴും ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് വല്ലതും ആലോചിക്കുമ്പോഴും ഒക്കെ ഓർക്കണം, അല്ല കാണുന്നു, അല്ല കേൾക്കുന്നു, അല്ല നോക്കുന്നു, അള്ളാഹു അറിയുന്നു. ഇതാണ് നിന്നിൽ ലജ്ജയുണ്ടാകുവാൻ, ഈമാനിന്റെ ഭാഗമായ ലജ്ജയുണ്ടാകുവാൻ ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് അദ്ദേഹം ഇതിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ നിനക്ക് നിന്റെ ലജ്ജ നിലനിർത്തേണ്ടത് നിന്റെ അവയവങ്ങളിലൂടെ മുഴുവനും നിനക്ക് ലജ്ജ വേണം. അരുതാത്തത് കാണരുത്. ഇന്നാൽ ശീലം നഷ്ടപ്പെട്ടു പോയി. ആരെങ്കിലും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നോ സുഹൃത്തുക്കളെ? നമ്മൾ നമ്മുടെ ഉപ്പയുടെ കയ്യും പിടിച്ച് നമ്മൾ കുട്ടികളായിരിക്കുന്ന കാലത്ത് നാട്ടിൽ പുറത്തിറങ്ങി നടക്കുമ്പോ ഏതെങ്കിലും ഒരു ചുമരിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണെങ്കിൽ പോലും ഒരു അന്യ സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതോ അതുപോലെയുള്ള മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഒരു അർദ്ധനഗ്നയുടെയോ ഒരു പോസ്റ്ററോ, സിനിമാ പോസ്റ്ററോ, ചിത്രമോ ഒക്കെ കണ്ടാൽ അന്ന് ബാപ്പ വേഗം മുഖം തിരിക്കും, മക്കൾ കാണാതിരിക്കാൻ ഇങ്ങനെ മറച്ചു കൊണ്ടുപോകും. അന്നത്തെ ഒരു കാലഘട്ടം. ഇന്നങ്ങനെയാണോ? ഇന്ന് ബാപ്പക്കും ലജ്ജല്ല, ഉമ്മക്കും ലജ്ജയില്ല, മക്കൾക്ക് അതുകൊണ്ട് തന്നെ തീരെ ലജ്ജയില്ല. ആങ്ങളയും പെങ്ങളും ബാപ്പയും മക്കളും കൂട്ടുകുടുംബം ഒന്നിച്ചു വേണമെങ്കിൽ കിഴവിയായ വല്ലിമ്മയും കിഴവനായ വല്ലിപ്പയും ആസ്വാദനത്തിന്റെ മേഖലയിൽ ഒന്നിച്ച്, അതേ വീടിന്റെ സ്വീകരണ റൂമിൽ, അതല്ലെങ്കിൽ വീടിന്റെ കൃത്യമായ അകത്തളങ്ങളിൽ തയ്യാറ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ക്രീനിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നിച്ച് ജമാഅത്തായി ഇരുന്നു കൊടുക്കുന്നു. എന്നിട്ട് കാണുന്നതെന്താ? കിടപ്പറയിൽ വെച്ച് സ്വകാര്യതയുടെ നിമിഷങ്ങൾ പങ്ക് വെക്കുന്ന രംഗങ്ങൾ. ബാപ്പയും മകനും, ഉമ്മയും മകളും, ആങ്ങളയും പെങ്ങളും, വെല്ലിപ്പയും പൗത്രനും പേരക്കുട്ടിയും വെല്ലിമ്മയും ഒന്നിച്ചൊരു സദസ്സിലിരുന്നു കൊണ്ട് അശ്ലീല രംഗങ്ങൾ, ആട്ടവും പാട്ടും കൂത്തും അതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും, ചീത്തയായ ഡയലോഗുകളും, ഒരാളുടെ മുമ്പിൽ പോലും പറയാൻ അറക്കുന്ന വെറുക്കുന്ന വർത്തമാനങ്ങളുമൊക്കെ പരസ്യമായി ഇരുന്നിട്ട് ഈ കുടുംബം ഒന്നിച്ചിരുന്ന് നോക്കുന്നു, കാണുന്നു, കമന്റുകൾ പറയുന്നു, ചൂളം വിളിക്കുന്നു, കൈയടിക്കുന്നു, കൂക്കു വിളിക്കുന്നു. നാണവും മാനവുമില്ലാത്ത ഒരു ലോകത്തേക്ക് ഈ സമൂഹം ഉതപ്പതിച്ചുപോയി. അള്ളാഹുവിൽ അഭയം. സഹോദരന്മാരെ, വലിയ ഗൗരവല്ലേ ഇത്? ഇന്ന് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? പാപ്പി മക്കൾ ഇരുന്നിട്ടാണ്, വേണേ മോന്റെ കൈ കേൾക്കുന്ന മോനെ നീ കൊടുത്തോ, റിമോട്ട് അവന്റെ കൈ കൊടുത്തു, പിന്നെ അവനാ കൺട്രോൾ. കഴിഞ്ഞ ബാപ്പന്റെ കൈ കൊടുത്തു, ബാപ്പക്കെട്ട് കൺട്രോൾ ചെയ്യും. തുണി ഉരിഞ്ഞൊരു പെണ്ണിനെ വന്നാ ബാപ്പ റിമോട്ട് നീക്കുവോ? മകൻ നീക്കുവോ? മകള് നീക്കോ? ഭാര്യ നീക്കോ? ഭർത്താവ് നീക്കോ? ആരെങ്കിലും നീക്കോ? ഇല്ല. ഒന്നിച്ചിരുന്ന് ഈ രംഗങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുന്നവര് ജനത. എവിടെയാ തകരാറ് സംഭവിച്ചൊരു സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയിടത്ത്, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ചയിടത്ത് നിൽക്കാൻ നമുക്ക് സാധ്യമായില്ല. കണ്ണുകൾ കൊണ്ടുള്ള വ്യഭിചാരം നടക്കുകയാണ്. അവിഹിതമായ മാർഗത്തിലേക്ക് നിന്റെ കണ്ണു പായിക്കുന്നത് കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കലാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത്, ബാപ്പയും മക്കളും കൂട്ടുകുടുംബം ഒന്നിച്ചിരുന്നു കൊണ്ട് കണ്ണുകൊണ്ട് വ്യഭിചരിക്കുകയാണ്. സ്വന്തം ഫ്ളാറ്റിൽ, വീടുകളിൽ, അകത്തളങ്ങളിൽ, സ്വീകരണ മുറികളിൽ എന്ന് വന്നാൽ എവിടെ പോയി ഈമാൻ? ഈമാൻ നഷ്ടപ്പെട്ടു പോയി. അത് ഇവിടം കൊണ്ടൊന്നും നിൽക്കൂല സുഹൃത്തുക്കളെ. ഇവിടുന്നൊക്കെ അത് വിടും. എത്രത്തോളം അത് എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൈവായിക്കൊണ്ട് ഈ രംഗങ്ങൾ കാണുകയാണ്. ബ്ലൂ ഫിലിമിലൂടെ, മറ്റു സംവിധാനങ്ങളിലൂടെ ആളുകൾ കാണുന്ന ലോകത്തും എത്തി. അതുകൊണ്ടും തീരില്ല. അവിടെയൊന്നും ഇത് അവസാനിക്കില്ല. അന്ത്യനാളിന്റെ ലക്ഷണമായിക്കൊണ്ട് ലജ്ജയില്ലാത്ത സമൂഹം ഈ സമൂഹത്തിൽ പെരുകുമ്പോൾ, ലജ്ജയില്ലാത്ത ഒരു കൂട്ടം നാക്കാലികളെപ്പോലും ലജ്ജിപ്പിക്കുന്ന നിലക്കുള്ള ഒരു സമുദായം ഈ ലോകത്ത് പെറ്റു വളർന്നു പെരുകുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ട. അതേതോ മാനലോകത്തു നിന്ന് പൊട്ടിമുളച്ച് ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യരാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെയൊക്കെ തന്നെ തലമുറകളിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, പേരക്കുട്ടികളിൽ നിന്ന്, അതേ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അങ്ങനെ ഒരു നാക്കാലികളെക്കാൾ അതപ്പതിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ആ കാലം വരുമ്പോ ജനങ്ങളതാ നടുറോട്ടിൽ കിടന്നുകൊണ്ട് പരസ്യമായി ആണും പെണ്ണും ഉമ്മ വെക്കുന്ന സന്ദർഭം വരും. അതല്ലേ കോഴിക്കോട് പരസ്യമായി ചുംബനം നടത്താനും മറൈൻ ഡ്രൈവിൽ പരസ്യ ചുംബനത്തിനു വേണ്ടിയും ആളുകൾക്ക് ആഹ്വാനമുണ്ടായപ്പോ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ വന്നില്ലേ? എന്താ അങ്ങനെ ചെയ്താലെന്ന് ചോദിച്ചില്ലേ? ഇനി അതുകൊണ്ടും അവസാനിക്കില്ല. ഞങ്ങളിതാ പരസ്യമായി മറൈൻ ഡ്രൈവിൽ വെച്ച് അതല്ലെങ്കിൽ മൈതാനത്ത് വെച്ചുകൊണ്ട് പരസ്യമായി ഞങ്ങൾ വ്യഭിചരിക്കാൻ പോകുന്നു എന്ന് പരസ്യം ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇട്ടാൽ അത് കാണാനും ലക്ഷങ്ങൾ അവിടെ തടിച്ചുകൂടും എന്നുറപ്പാണ്. ലോകം അങ്ങോട്ടാണ് പോകുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഴിയിൽ വെച്ച് പരസ്യമായി തന്നെ കഴുതകളെപ്പോലെ ഇണചേരുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്നുള്ള മനുഷ്യർക്ക് ഈമാൻ കുറഞ്ഞു കുറഞ്ഞു പോകും. ആ ഘട്ടത്തിൽ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യൻ ആരായിരിക്കുമെന്നോ? ഒന്ന് മാറിക്കിടന്നുകൂടെ, ആ മതിലിന്റെ അപ്പുറത്തേക്കൊന്ന് മാറിക്കിടന്നുകൂടെ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും അന്ന് വലിയ ഈമാനുള്ള മനുഷ്യൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത് അങ്ങോട്ടെത്തും, അവിടേക്കെത്തും. അവിടേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്ങനെയാ? ലോകം അങ്ങോട്ടെത്തും, ലോകം അങ്ങോട്ടെത്തും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതേ, ഈ വ്യഭിചാരത്തിലേക്കുള്ള ഡോറുകൾ മുഴുവനും നമ്മളങ്ങ് തുറന്നിട്ട് കൊടുത്തു. നമ്മൾ അതിലേക്കുള്ള എല്ലാ കവാടങ്ങളും ഓരോന്നോരോന്നങ്ങ് തുറന്നിട്ട് കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വ്യഭിചാരത്തിന്റെ ഏറ്റവും അന്തിമമായ നിലക്കുള്ള ആ വ്യഭിചാരം നടക്കുന്നതിന്റെ മുന്നോടിയായിക്കൊണ്ട് ആ വ്യഭിചാരത്തിലേക്ക് എടുത്തു ചാടുന്നതിന്റെ മുമ്പേ മനുഷ്യനവന്റെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നുണ്ട്, കാതുകൾ കൊണ്ട് വ്യഭിചരിക്കുന്നുണ്ട്, നാവ് കൊണ്ട് വ്യഭിചരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ ഇന്ന് സമുദായത്തിന് ഒരു നിലക്കും ഒരു പ്രശ്നമല്ലാതെ ഗൗരവമല്ലാത്ത നിസ്സാര വിഷയങ്ങളായിപ്പോയി. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ, സ്വന്തം വീടുകളിൽ വരെ ബാപ്പയും മക്കളും കുടുംബങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും വ്യഭിചരിക്കുന്ന ആളുകളായി പോയി. എന്നിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെടുക, എന്താലേ, എന്ത് വൃത്തികേടല്ലേ അവരവിടെ ചെയ്യുന്ന, അവിടെ അമേരിക്ക, അവിടെ യൂറോപ്യൻ, ഇവിടെ പാശ്ചാത്യൻ, ഇവിടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എന്താ നടക്കുന്നതല്ലേ, നാണല്ലാത്ത വർഗം എന്നൊക്കെ നമ്മൾ പറയാ. നമ്മുടെ നാട്ടിൽ വരാൻ പോവാണ്, ഇത് എല്ലായിടത്തും വരാൻ പോവാണ്. ആരാ ഡോറ് തുറന്നിട്ട് കൊടുക്കുന്നത്? ഞാനും നിങ്ങളും തന്നെ, നമ്മൾ തന്നെ. നമുക്ക് ലജ്ജയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോ. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തും ചെയ്തോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തും ചെയ്തോളാനല്ല, നാണല്ലാത്തവൻ എന്തും ചെയ്യും. അവനതൊന്നും ഒരു പ്രശ്നമല്ല, അവനതൊരു വിഷയമല്ല. അതുകൊണ്ടല്ലേ നാണമില്ലാത്ത രൂപത്തിൽ വേഷം ധരിച്ചു പെണ്ണ് നടക്കുന്നത്. നാണമുള്ള പെണ്ണാണെങ്കിൽ അവൾ അവളുടെ ബോഡി ഒരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ ഉളുപ്പില്ലാതെ നാണമില്ലാതെ ആണുങ്ങളുടെ മുമ്പിലേക്ക് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആളുകളുടെ സദസ്സുകളുടെ മുമ്പിലും ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രേക്ഷകരായിട്ട് വരുന്ന മീഡിയകൾക്ക് മുമ്പിലും പെണ്ണ് അവളുടെ വേഷം ഉരിഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിന്റെ നഗ്നതകൾ അവൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഈ ഈമാനിന്റെ ഗുണമായ ഹയാ എന്ന് പറയുന്ന, ലജ്ജ എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? ഉറപ്പല്ലേ? ഒരു ലജ്ജയില്ലായിട്ടാണ് അത് ചെയ്യുന്നത്. യാതൊരു ലജ്ജയുമില്ല. ഒരല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യോ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ബോധം കെട്ട് വീഴുന്നൊരു സഹാബിയുടെ ചരിത്രം, ഒരു സഹാബ വനിതയുടെ ചരിത്രം. ഒരു സഹാബ സ്ത്രീ, ഒരിക്കൽ അസുഖം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഇടക്ക് ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീഴുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരിക്കൽ ആ സഹോദരി സമീപിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കിങ്ങനൊരു അസുഖമുണ്ട്, ഞാനിങ്ങനെ ബോധം കെട്ട് വീഴും, ബോധം കെട്ട് വീഴുമെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ ക്ഷമിക്കുക, എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. നീ അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. ഈ അസുഖത്തിന് എനിക്ക് പ്രശ്നമല്ല നബിയെ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് അതിലൂടെ സ്വർഗം കിട്ടുമല്ലോ, എനിക്കത് മതി. പക്ഷെ ഇനി പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ സ്വഹാബ വനിത പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, പ്രവാചകരെ, ഞാൻ വീണോട്ടെ, എനിക്കത് പ്രശ്നമല്ല, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ.
പക്ഷേ എന്റെ ഏറ്റവും വലിയ പ്രശ്നം തങ്ങൾ കേൾക്കണം, ഞാൻ അങ്ങനെ ബോധം കെട്ട് വീഴുന്ന നേരത്ത് ഞാൻ അറിയാതെ എന്റെ ബോഡിയിൽ നിന്ന് വസ്ത്രം നീങ്ങിപ്പോകുന്നു. എന്റെ ബോഡിയിൽ നിന്ന് അന്യ ഒരാൾ കാണരുതാത്ത ഭാഗം എന്റെ ചുറ്റുമുള്ളവര് കാണുന്നു. ഞാൻ അറിയാതെ പോലും എന്റെ ശരീരം മറ്റൊരാൾ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ വീഴുന്ന നേരത്ത് എന്റെ ബോഡിയിൽ നിന്ന് ഞാൻ ലജ്ജിക്കുന്ന എന്റെ ഔറത്ത് കാണാതിരിക്കാൻ, വസ്ത്രം നീങ്ങി പോകാതിരിക്കാൻ തങ്ങളെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ആ സഹോദരിക്ക് അതാ വേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. പിന്നീട് ആ സഹോദരി വീണിട്ടുണ്ട് പലതവണയും. അവർക്ക് സ്വർഗവുമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞതാണല്ലോ. പക്ഷേ ഒരൊറ്റ വീഴ്ചയിലും പിന്നെ ആ സഹോദരിയുടെ ബോഡിയിൽ നിന്ന് വസ്ത്രം നീങ്ങിയിട്ടില്ല. ഓ സഹോദരന്മാരെ, സഹോദരിമാരുടെ രക്ഷിതാക്കളായ സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അറിയാതെ പോലും തന്റെ ബോഡിയിൽ നിന്ന് ഒരു ഭാഗം അന്യപുരുഷന്മാര് കാണുന്നതിന്റെ കാര്യത്തിൽ വല്ലാതെ സങ്കടപ്പെട്ടു പോയ സ്വഹാബാ വനിതകൾ കുതിച്ചു പായുന്ന സ്വർഗത്തിലേക്ക് പോകാനാണോ ഉമ്മമാരെ നമ്മളൊക്കെ തയ്യാറായി കാത്തു നിൽക്കുന്നത്? മനഃപൂർവ്വം ശരീരത്തിന്റെ നിമ്നോന്നതികളും ശരീരത്തിന്റെ സൗന്ദര്യങ്ങളും ആയിരക്കണക്കിന് ആളുകൾക്ക് കാണാൻ ഉതകുന്ന നിലക്ക് റോട്ടിലൂടെ നടക്കുന്ന, പാർക്കിലൂടെ നടക്കുന്ന, ഹോസ്പിറ്റലുകളിലൂടെ നടക്കുന്ന, കല്യാണ പന്തലുകളിലൂടെ നടക്കുന്ന, മീറ്റിംഗ് ഹാളുകളിലൂടെ നടക്കുന്ന, അതുപോലെ തന്നെ ഗെറ്റ് ടുഗദറിന്റെ വേദികളിലേക്ക് കയറി ചെല്ലുന്ന ആ രൂപത്തിലുള്ള വേഷവിധാനം കൊണ്ട് ആരാന്റെ കണ്ണുകളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്ന മോശപ്പെട്ട പണിയെടുക്കുന്ന പെണ്ണേ, സ്വർഗം നമുക്ക് കിട്ടാൻ കഴിയുമോ? എത്രത്തോളം നമ്മൾ അധപ്പതിച്ചു പോകുന്നു. ഹയാ വേണം, ലജ്ജ വേണം, ലജ്ജ വേണം. അത് പെണ്ണിനും നിർബന്ധമാണ്. പെണ്ണിന് ഈ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്ന ആണിനും നിർബന്ധമാണ്. ആണ് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടാ അവളത് ധരിക്കുന്നത്. എന്റെ പെണ്ണ് മോശമായി വേഷം ധരിച്ചിറങ്ങുന്നുവെങ്കിൽ ഞാൻ ഉണ്ടാക്കി അധ്വാനിച്ച കാശുകൊണ്ട് അയച്ചു കൊടുത്ത്, അതല്ലെങ്കിൽ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത് ഞാൻ വിചാരിക്കുന്ന പാറ്റേണിൽ അത് തുന്നിയിട്ടാണ് അവൾ ഇടുന്നത്. ആരാ കാരണക്കാരൻ? ആരാ കാരണക്കാരൻ? ആണും കാരണക്കാരനാണ്, പെണ്ണും കാരണക്കാരിയാണ്. ലജ്ജയില്ലാത്തതിന്റെ സ്വഭാവം. അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇടപഴക്കത്തിന് പോലും ലജ്ജയില്ലാതെയായി. പണ്ട് ആണും പെണ്ണുമൊക്കെ ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ലജ്ജയുള്ളൊരു കാലുണ്ടായിരുന്നു. ഇന്ന് ഒന്നിച്ചിരിക്കണം, ഒന്നിച്ചാടണം, ഒന്നിച്ചു പാടണം, ഒന്നിച്ച് എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചായി പോയി. അല്ലെങ്കിൽ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിടങ്ങലാടെന്ന് ശൈത്താൻ പഠിപ്പിച്ചു. അങ്ങനെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവളുടേതായ എല്ലാ നാണവും മാനവും പുറമേക്ക് പ്രകടിപ്പിക്കലാണെന്ന് ശൈത്താൻ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ പിന്നാലെയും ഒരുപാട് ആളുകൾ കൂടി. അങ്ങനെ ആണും പെണ്ണൊക്കെ ഒന്നിച്ചൊരു വേദി പങ്കിടുന്നു, ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ചിരിക്കുന്നു, ഉല്ലസിക്കുന്നു. എല്ലാ രൂപത്തിലുമുള്ള ഒരു ലജ്ജയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോയി. അവളുടെ ബോഡി അവൾ മറച്ചിട്ടില്ല. ലജ്ജയില്ലാത്തവൾ, നാണമില്ലാത്തവൾ. അതാണ് നാണവും മാനവും. ലജ്ജയില്ലാതെ സംസാരത്തിന് ലജ്ജയില്ലാതായി പോയി. നിന്റെ തല സൂക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത് പരമപ്രധാനമല്ല നിന്റെ നാവ്. നാവ് കൊണ്ട് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അത് ചിന്ത വേണമെങ്കിൽ നേരത്തെ ഹാത്തിമുൽ അസം റഹിമഹുല്ല പറഞ്ഞതുപോലെ നീ നിന്നെ പഠിപ്പിക്കണം എപ്പോഴും. ഇതാ തകല്ലംത, നീ സംസാരിക്കുകയാണെങ്കിൽ ഫദ്കുർ, നീ ഓർക്കണം. എന്തോർക്കണം? സം അല്ലാഹി ഫീക്, നിന്നെ അല്ലാഹ് കേൾക്കുന്നുണ്ട്. അല്ലാഹ് കേൾക്കുന്നുണ്ട്, അല്ലാഹ് കേൾക്കുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്. ആ ഒരു കൺട്രോൾ നമുക്ക് കിട്ടിയാൽ നമുക്ക് ലജ്ജിക്കാനാവുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിന്റെ കണ്ണിനെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ കാതുകളെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ നാവിനെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ ചുണ്ടുകളെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ ശരീരം മുഴുവനും നീ നിയന്ത്രിച്ചാൽ, നിന്റെ ലൈംഗികാവയവത്തെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ വയറ്റിലേക്ക് നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ നേടാതെ, അവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ സമ്പാദിക്കാതെ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ മാത്രം നീ സമ്പാദിച്ചുകൊണ്ട് നിന്റെ വയറും നിന്റെ കുടുംബത്തിന്റെയും ആമാശയം നീ അവരെ ആ നിലക്ക് ഹലാലിലൂടെ മാത്രം നീ തീറ്റിപ്പോറ്റുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ വതതക്കറൽ മൗത വൽ ബിലാ,
മരണത്തെ നീ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. വൽബിലാ, നശിച്ചു പോകണം, ഇവിടെ നിന്ന് എല്ലാം തീർന്നു പോകും എന്ന് നീ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ലജ്ജ നിലനിൽക്കാനുള്ളൊരു മാർഗമാണ് പറയുന്നത്. മരണം ഓർക്കുക, ഖബർ ഓർക്കുക, മഹ്ശർ ഓർക്കുക, അവിടെയുള്ള വിചാരണ ഓർക്കുക. എല്ലാം ഞാനിവിടെ ചെയ്യുന്നത് മുഴുവനും അത് റെക്കോർഡാണ്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും നാം ശരിപ്പകർപ്പെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാ അല്ലാഹു പറയുന്നത്. എത്ര കൃത്യമായ അവതരണം. ഇസ്തൻസഖ എന്ന് പറഞ്ഞാൽ നുസ്ഖ എടുക്കുക, കോപ്പി എടുക്കുക. നമ്മളില്ലേ ഷോപ്പിൽ പോയിട്ട് കോപ്പി എടുക്കുന്നത്, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടിരിക്കുന്നു. നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ശരിപ്പകർപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ പരലോകത്ത് കാണിക്കും. വജദൂ മാ അമിലു ഹാദിറ. അവിടെ ഹാദിറായി നിന്റെ മുമ്പിൽ കാണിക്കും. അവരത് കാണും. ഈ ബോധം എപ്പോഴും മനസ്സിലുണ്ടായാൽ നിനക്ക് ലജ്ജിക്കാൻ കഴിയും. നിന്റെ മനസ്സിൽ ഹയാ നിലനിർത്തുവാൻ കഴിയും. അങ്ങനെ നിനക്ക് നിന്റെ ശരീരത്തെ നീ ഒരിക്കലും കാണരുതാത്തതിലേക്ക് നോക്കാതെ, കേൾക്കരുതാത്ത സംസാരങ്ങളിലേക്ക് നിന്റെ കാതു കൊടുക്കാതെ, നിന്റെ നാവ് കൊണ്ട് അരുതാത്തതൊന്നും പറയാതെ, നിന്റേതായ ശരീരം കൊണ്ട് പടച്ച റബ്ബിന് വെറുപ്പുള്ളതൊന്നും ചെയ്യാതെ, മരണചിന്തയോടെ പരലോകബോധത്തോടെ അല്ലാഹ് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിലൂടെ, അല്ലാഹ് അനുവദിച്ചു തന്നിട്ടുള്ള സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫഖദ് ഇസ്തഹിയാ മിനല്ലാഹി ഹഖൽ ഹയാ. അവൻ ശരിയായ നിലക്കുള്ള ലജ്ജ ഉള്ള മനുഷ്യനായി കഴിഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, നമ്മളിവിടെ ആലോചിച്ചു നോക്കണം. നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ഏറ്റവും ആവശ്യമായ ഗുണമാണ് ലജ്ജ. ഇതെല്ലാവരിലും ഉണ്ടാകണം. ചെറുപ്പത്തിലേ അത് ശീലിപ്പിക്കണം. അതുകൊണ്ട് കുട്ടികളെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോഴും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അതാ ഒരു ലജ്ജാശീലം അവരിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, വീട്ടിലുള്ള ഇടപെടലുകളിൽ, ആളുകളുമായുള്ള സംസാരത്തിൽ എല്ലായിടത്തും ഈ ഒരു ഹയാ ഇങ്ങനെ നിലനിർത്തിപ്പോരുന്ന ഒരു ലജ്ജ. ഇഷ്ടം വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറയാനോ, നമുക്ക് ചില വാക്കുകൾ നാവ് കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും പറയാൻ നമുക്ക് അറപ്പല്ലേ. എന്താ കാരണം? അയ്യേ, അത് പറയാൻ കഴിയൂല വാക്കുകൾ. പക്ഷെ ഇന്ന് പലർക്കും അതൊരു പ്രശ്നമല്ലല്ലോ. ഒരു പരസ്യമായി മീഡിയകൾക്ക് മുമ്പിൽ ആ ഡയലോഗ് പച്ചയായിട്ട് പറയും. എന്താ കാരണം? ലജ്ജല്ല. നാണമില്ലാത്തവൻ എന്തും ചെയ്തൂടെ? നാണമില്ലാത്തതുകൊണ്ടാണ്. ലജ്ജയില്ലാത്തത് കൊണ്ട് എന്തും ചെയ്യാമെന്നും എന്തും പറയാമെന്നും എന്തും പ്രവർത്തിക്കാമെന്നും ഏത് രൂപത്തിലും ആവാമെന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് ലോകത്ത് വന്നിരിക്കുകയാണ്. ഈമാൻ നഷ്ടപ്പെട്ടതിന്റെ ദുരന്തം, ഈമാൻ കുറഞ്ഞു പോകുന്നതിന്റെ ദുരന്തം. പരിഹാരം നമ്മളാ കാണുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് തുടക്കം കുറിക്കണം. ഒരു വീട്ടിൽ നിന്ന് വരുന്നവരാണ് ഒരു സമുദായമായി മാറുന്നത്, ഒരു സമൂഹമായി മാറുന്നത്. ഒരു യൂണിറ്റ്, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഒരു കുടുംബമുണ്ടാകുന്നു. ആ കുടുംബം എന്ന യൂണിറ്റിൽ നിന്നൊരു സമൂഹം ഉണ്ടാകുന്നു. സമൂഹമാകെ പഴച്ചു, സമൂഹമാകെ ദുഷിച്ചു എന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹം ഉണ്ടാകുന്നത് എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പല കുടുംബങ്ങൾ ചേർന്നാണ് ഒരു സമൂഹമായത്. എങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആകുന്ന ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അവിടെ സംസ്കാരം പഠിപ്പിക്കണം, അവിടെ ലജ്ജാശീലം വളരണം, അവിടെ പറയേണ്ടതെന്ത്, പറയേണ്ടാത്തതെന്ത്, നോക്കേണ്ടത് എവിടേക്ക്, നോക്കരുതാത്തത് എവിടേക്കെന്ന ശീലം കുഞ്ഞും നാള് തൊട്ടേ ഒരു ചെറിയ യൂണിറ്റായ കുടുംബത്തിൽ വളർന്നാൽ ആ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റായ സമൂഹത്തിന്റെ പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള ആളുകളായി മാറും. അതിനാണ് ഈമാൻ പരിശീലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതേ അവസരത്തിൽ സഹോദരന്മാരെ, ആക്ഷേപാർഹമായ ചില ലജ്ജകളുണ്ട്. ഈ ലജ്ജയൊക്കെ ഇപ്പൊ നമുക്ക് വേണ്ട ലജ്ജയാണ് ഞാൻ പറഞ്ഞത്. തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ലജ്ജ, അതിനെ പറയാൻ, അത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ലജ്ജയാണ്, നാണമാണ്, അത് ഞാൻ ചെയ്യൂല, അത് പറയൂല, അതൊക്കെ വേണം. തിന്മയുടെ മാർഗങ്ങളിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കാനുള്ള ലജ്ജയാണ് ഈമാനികമായ ലജ്ജ. എന്നാൽ നമ്മുടെ സമൂഹം നേരെ കിഴുക്കാൻ തൂക്കായി മറിഞ്ഞിട്ടുണ്ട്. വേണ്ടിടത്ത് ലജ്ജയില്ല, വേണ്ടാത്തിടത്ത് ലജ്ജ കാണിക്കും. അതേതായി വേണ്ടാത്തിടത്തുള്ള ലജ്ജ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള മഹാന്മാരായ
സ്വഹാബിമാരെ കണ്ടിട്ടുള്ള ഇമാം മുജാഹിദ് റഹിമഹുല്ല പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹീൻ വലാ മുസ്തക്ബിറുൻ. ഇൽമ പഠിക്കുന്ന കാര്യത്തിൽ ലജ്ജിക്കാൻ പാടില്ല. ഇൽമ പഠിക്കുന്ന കാര്യത്തിൽ ലജ്ജ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പല സഹാബിമാരും വന്നിട്ട് പല ചോദ്യങ്ങളാ ചോദിക്കുക. ചില ചോദ്യങ്ങളൊക്കെ കുറച്ച് സ്വകാര്യ ചോദ്യങ്ങളായിരിക്കും, അതറിയണല്ലോ. സ്വകാര്യതയുടെ കാര്യങ്ങൾ ചിലതൊക്കെ നബി തങ്ങളോട് വന്നിട്ട് സഹാബ പുരുഷന്മാരും ചോദിക്കും, സ്ത്രീകളും ചോദിക്കും. പലപ്പോഴും അവർ റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോ ആദ്യം തന്നെ രാമുഖം പറഞ്ഞു വെക്കും, പ്രവാചകരെ, ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. ഹഖ് വെളിപ്പെടേണ്ട ഒരു കാര്യത്തിൽ, സത്യം മനസ്സിലാക്കേണ്ട ആവശ്യാർത്ഥം ഒരു കാര്യം ചോദിക്കുന്നത് ലജ്ജിക്കേണ്ടതില്ല എന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാണ് എന്ന് പറഞ്ഞിട്ട് അവർ വിനയത്തോടു കൂടെ ചോദിക്കാറുണ്ട്. അങ്ങനെ സ്ത്രീകൾ അവിടുന്ന് ചോദിക്കാറുണ്ട്, അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്, കുളിച്ച് ശുദ്ധിയാകുന്നതിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. റസൂലുള്ളാഹിനോട് നേരിട്ട് വന്ന് ചോദിക്കും പല സഹാബിമാരും. ചിലരൊക്കെ എന്ത് ചെയ്യും, വല്ലാതെ പ്രയാസം തോന്നുകയാണെങ്കിൽ അവർ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് വന്നിട്ട് ചോദിക്കും, നിങ്ങളൊന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കണം എന്ന് പറയും. ചില ഘട്ടങ്ങളിൽ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്, റസൂലുള്ളാഹിനോട് ചോദിക്കും. വളരെ പ്രയാസം ഉണ്ടെങ്കിൽ അവർ ചോദിക്കാതിരിക്കൂല, വേറൊരാൾ മുഖേന ചോദിക്കും. ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ഒരു പ്രയാസം, ഒരു പ്രശ്നം, ഒരു മസ്അല അറിയണം. പക്ഷെ ചോദിക്കേണ്ടത് അമ്മോശാക്കാനോടാണ്. റസൂലുള്ളാഹിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, ഫാത്തിമയുടെ ഉപ്പയാണ്, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അമ്മോശനാണ്. എങ്ങനെ ഇപ്പൊ ചോദിക്കാം? അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സ്വകാര്യ ചോദ്യം അദ്ദേഹം പറയാണ്, സഅൽതുൽ മിഖ്ദാദ്, ഞാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടും ചോദിക്കണം എന്ന് പറഞ്ഞു. ഒരു കേസാണ് അങ്ങനെ. അപ്പോഴെന്നാലും അവർ എന്ത് ചെയ്തില്ല, നേരിട്ടല്ലെങ്കിലും ചോദിക്കാതിരിക്കുന്നില്ല. ചോദിക്കണം, പഠിക്കണം. ഏത് ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ, ഒരു അറിവ് നമുക്കില്ലാത്തൊരു വിഷയത്തിൽ ഒരറിവ്, അതെത്ര ചെറിയ വിഷയമാവട്ടെ വലിയ വിഷയമാവട്ടെ, അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കുന്നതിൽ ലജ്ജ പാടില്ല. ഇത്ര നേരം ഞാൻ പറഞ്ഞ ഈ ലജ്ജ വേണമെന്നാ, ഇനി പറയാൻ പോകുന്നു ലജ്ജ പാടില്ല. അതെവിടെയാ? ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യതഅല്ലമുൽ ഇൽമ, ഇൽമ പഠിക്കുകയില്ല, മുസ്തഹീൻ, ലജ്ജയുള്ളവൻ പഠിക്കൂല. അതുകൊണ്ട് ഇൽമ പഠിക്കുന്ന രണ്ടു കൂട്ടരെ ഇൽമ പുതിയതൊന്നും പഠിക്കൂല എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടു വിഭാഗം ആളുകൾ പുതിയതൊന്നും പഠിക്കൂല. അതിൽ ഒന്നാമത്തെ ആളാരാണ്? മുസ്തഹീ, ലജ്ജിക്കുന്നവൻ. അവനൊന്നും ചോദിക്കൂല. കാരണം ഞാൻ ചോദിച്ചപ്പോ അതെങ്ങനെ, അയ്യേ മോശല്ലേ, ഉപരിക്ക് എന്താ തോന്നുക, അല്ലെങ്കിൽ അയാൾക്ക് എന്താ തോന്നുക. പല കാരണങ്ങളാൽ ആളുകൾ ലജ്ജിക്കും. ഒന്ന് ചിലപ്പോ അങ്ങനത്തെ ചോദ്യമായിരിക്കും, ഇത്തിരി ലൈംഗികമായ ചില ചോദ്യങ്ങളൊക്കെ ആവാം. അപ്പൊ അങ്ങനെ ലജ്ജിക്കുന്നവരുണ്ടായ ഇപ്പൊ എങ്ങനെ ചോദിക്കണ്ട, അതിന്റെ കാലാകാലം അങ്ങനെ തന്നെ അയാൾ ചിലപ്പോ ശുദ്ധിയൊന്നും ആവാതെ അങ്ങനെ തന്നെ അയാൾ നടക്കും, ചോദിക്കൂല. കാരണം അയാൾക്ക് ലജ്ജയാണ്, നാണാണ് ചോദിക്കാൻ. ആ ലജ്ജ ഹറാമാണ്, പാടില്ലാത്ത ലജ്ജയാണ്. വേറെ ചില ആളുകൾ എന്ത് വിചാരിക്കും, ചോദിക്കൂല. എന്താ ചോദിച്ചാല്, ഇത്ര പ്രായമൊക്കെ ആയ ഇയാൾക്ക് ഇതുപോലും അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കപ്പെടുന്ന ആൾക്ക് മനസ്സിലാവൂലേ, അയ്യേ അത് മോശ, ഞാൻ പോയി ചോദിക്കൂല, ഞാൻ ചോദിക്കൂല. ഞാനത് ചോദിക്കൂല. എന്താ കാരണം? ചോദിക്കാത്തത് അയാൾ മരണം വരെ അങ്ങനത്തെ ആൾക്കാർ ചോദിക്കൂല. എന്താ കാരണം? ഞാൻ ഇപ്പൊ മൗലവിനോട് അല്ലെങ്കിൽ അറിവുള്ള ഒരാളോട് അല്ലെങ്കിൽ വേറെ ആരോടാവട്ടെ ഞാനിപ്പോ അത് ചോദിച്ചാ അയാൾ എന്ത് മനസ്സിലാക്കും? അതടാ, ഇവൻ ഇത്രയും കാലമായിട്ട് നരച്ച് അല്ലെങ്കിൽ ഇത്രയും കാലൊക്കെ ആയിട്ട് പ്രായവും നാളുമൊക്കെ ആയിട്ട് ഇതുവരെ ഈ ചെങ്ങാതിക്ക് അറിയില്ലായിരുന്നു അല്ലേ എന്ന് എന്നെ പറ്റി അയാൾ മനസ്സിലാക്കൂലേ. അതെനിക്ക് മോശല്ലേ, ഈ ശൈത്താൻ പഠിപ്പിച്ചു കൊടുത്തു, അയാൾക്ക് മോശമാണ്. എന്നിട്ട് അയാൾ ആ വിവരക്കേട് വെച്ചിട്ട് മരണം വരെ ജീവിക്കും, അങ്ങനെ മരിച്ചു. അവനൊന്നും പഠിക്കൂല. ഹറാമാണ് ആ ലജ്ജ, ഹറാമാണ്, പാടില്ല. അറിയാത്തത് ഏത് വിഷയമാവട്ടെ ഡയറക്റ്റായി ചോദിക്കണം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി ഏത് നിലക്കാണോ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയാ ചോദിച്ചോളണം. ലജ്ജിക്കാനേ പാടില്ല. അറിവില്ലാത്തൊരു കാര്യം ചോദിച്ചു പഠിക്കുന്നതിന് ലജ്ജ പാടില്ല. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അദ്ദേഹം കൂടുതലൊന്നും പഠിക്കൂല. ഒന്ന് ലജ്ജയുള്ളവും കൂടുതലൊന്നും പഠിക്കൂല. രണ്ടാമത്തെ അസുഖമുള്ളവരും ഉണ്ട്. അതാരാ? വല മുസ്തക്ബിറുൻ, കിബിറുള്ളവനും പുതിയതൊന്നും പഠിക്കൂല. എന്താ അവന്റെ കുഴപ്പമെന്താ? ഞാൻ ഇപ്പൊ അയാളോട് ചോദിക്കാം, അപ്പൊ അയാളാരാ? ഇതപ്പൊ എനിക്കത് അറിയില്ല, അറിഞ്ഞില്ലും വേണ്ടില്ല, അയാളോട് ചോദിക്കാണെന്ന് അവിടെ അങ്ങനെ ചോദിക്കൊന്നും വേണ്ട. എനിക്കൊക്കെ അറിയാം, ഞാൻ ഒരുപാട് കാലമായി, ഞാൻ എത്ര കാലമായി, ഞാൻ എത്ര പേപ്പർ വായിച്ചാ, ഞാൻ എത്ര അത് കേട്ടതാ, ഞാൻ എത്ര അത് കേട്ടതാ, ഞാൻ എത്ര ഇവിടെ പങ്കെടുത്തതാ, ഞാൻ എത്ര മറ്റേ ആളത് കേട്ടതാ, അതൊന്നും ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊക്കെ അറിയാം. ആ അഹങ്കാരി പിന്നെ ഒന്നും പഠിക്കൂല. അവൻ പഠിച്ചതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല.
അങ്ങനത്തെ കിബറുള്ളവരുണ്ട്. ഈ രണ്ട് കൂട്ടരും ഒന്നും പഠിക്കൂലെന്നാണ് മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത്. സഹീഹുൽ ബുഖാരിയിൽ നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കൂടെ കേട്ടോളൂ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ബുഖാരിയിൽ തന്നെ കാണാം, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, മദീനയിലെ അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാകുന്നു. ആയിഷ ബിബി പറയാണ്, അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാ. എന്താ പറഞ്ഞത്? അവരുടെ മൊഞ്ചും ഭംഗിയൊന്നുമല്ല പറഞ്ഞത്, മറിച്ച് എന്താ അവരുടെ ഗുണം? ലം യംനഉഹുന്നൽ ഹയാ, ലജ്ജ അവരെ തടയുകയില്ല, ലജ്ജ അവരെ തടയുകയില്ല. അൻ യതഫഖഹ്ന ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ ചോദിച്ച കാര്യങ്ങൾ നന്നായി ഗ്രഹിക്കുന്നതിൽ നിന്ന് ലജ്ജ ആ പെണ്ണുങ്ങളെ തടയുകയില്ല. മദീനത്തെ അൻസാരി പെണ്ണുങ്ങളുടെ ഗുണം അതായിരുന്നു. എന്തും നേരിട്ട് പോയാണ് ചോദിക്കുക. അവർക്ക് ആ വിഷയത്തിൽ ലജ്ജയൊന്നുമില്ല. അറിയാത്തത് ചോദിച്ച് പഠിക്കുന്ന കാര്യത്തിൽ തീരെ ലജ്ജയില്ലാത്തവരായിരുന്നു അൻസാരി സഹാബ വനിതകൾ. അവരെത്ര നല്ലവരാണ് എന്ന് അവരെ പുകഴ്ത്തി പ്രശംസിച്ചുകൊണ്ട് മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സഹോദരന്മാരെ, ആളുകൾക്ക് ഇല്ലാതെ പോയത് ഏതാ? ഞാൻ ഈ പറഞ്ഞ വേണ്ടാത്തിടത്തൊക്കെ പലർക്കും ലജ്ജയാണ്, വേണ്ടിടത്ത് ലജ്ജല്ല. അതിപ്പോ ചോദിക്കാൻ ശരിയാവില്ല എന്ന് പറയും. അവളെ വേഷമൊക്കെ വളരെ മോശമായിരിക്കും, അവളെ എല്ലാ തോന്നിയാസത്തിന്റെ ആളായിരിക്കും, അവളെല്ലാ ലോകത്തുമുണ്ട്, അവളെല്ലാ വൃത്തികേടും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാ രംഗത്തും അവളുണ്ട്, പുറത്തിറങ്ങുമ്പോ വേഷവും വളരെ മോശമാണ്, എല്ലാം മോശമാണ്. പക്ഷേ ഒരു കാര്യം ചോദിച്ചു, അതെനിക്ക് മടിയാ, അത് വേണ്ട, പഠിക്കാൻ പോവാ, ഖുർആൻ ക്ലാസ് കേൾക്കുക, അതും ലജ്ജയാണ്, ഇപ്പൊ എങ്ങനെയാണ് വരിക, പർദ്ദടുക, അത് ലജ്ജയാണ്, ഇപ്പൊ എങ്ങനെയാണ് വരിക, അതിപ്പോ എങ്ങനെയാ കൂട്ടത്തിലാവുക, അത് ഇനി പറ്റൂല, അതിനിപ്പോ മോശമാണ്, ഇത്ര കാലം എങ്ങനെയൊക്കെയല്ലേ നടന്നത്, ഇനിയിപ്പോ ഒരു പർദ്ദക്കെട്ട് ഖുർആൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കാനൊക്കെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ്, അതെനിക്ക് പറ്റൂല. വേണ്ടിടത്ത് ലജ്ജയില്ല, വേണ്ടാത്തിടത്ത് ലജ്ജ കാണിക്കുന്ന ഈ ദുഷിച്ച സ്വഭാവം അത് മാറണം, അത് മാറണം. വേണ്ടിടത്ത് ലജ്ജയുണ്ടാകണം എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള സഹാബത്ത് പറയുന്നത്. ഇനി സഹോദരന്മാരെ, ലജ്ജ പാടില്ലാത്ത രണ്ടാമത്തൊരു മേഖല, അറിഞ്ഞ സത്യം തുറന്നു പറയുന്നതിന് ആരെയും ലജ്ജിക്കരുത്. ഞാൻ മനസ്സിലാക്കിയ ഒരു ഹക്ക്, അത് പറയാൻ എനിക്കൊരു മടി ഉണ്ടാവില്ല, അവിടെ ലജ്ജ പാടില്ല. അതെന്റെ ബാപ്പയാണെങ്കിലും ഞാൻ മടിക്കാൻ പാടില്ല. ഞാനൊരു സത്യം മനസ്സിലാക്കി, ഞാനൊരു ഹക്ക് മനസ്സിലാക്കി എങ്കിൽ ഞാനത് ആദ്യം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടാ പറയേണ്ടത്. കാരണം നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാനാ നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്താനാ അയാളോട് ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തിന് ഏറ്റവും അർഹൻ എന്നെ പരിപാലിച്ച് വളർത്തിയുണ്ടാക്കിയ എന്റെ ഉപ്പ തന്നെയാണ്, എന്റെ മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കളോടും കുടുംബക്കാരോടും ഒക്കെ നമ്മളത് ആദ്യം പറയണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ദീനീ ദഅവത്തിന്റെ കൽപ്പന കിട്ടിയപ്പോ അല്ലാഹ് എന്താ പറഞ്ഞത്? വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകൂ പ്രവാചകരെ. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും മക്കയിലുള്ള സഫാ കുന്നിന്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരോടും, കുടുംബങ്ങളെല്ലാരും വിളിച്ചു വരുത്തി അവരോടൊക്കെ പറഞ്ഞു. നമുക്കൊന്നൊരു സത്യം മനസ്സിലായ ഒരാൾ പറയാ, എനിക്ക് മടിയാ, ഞാൻ അയാളോട് പറയില്ല, ഞങ്ങൾ അത്രയും വലിയ ക്ലോസ് ആണെന്നാ പറയാ. നമ്മളങ്ങനെ പറയാം, ഞങ്ങൾ അത്രയും ഒരുപാട് കാലത്തെ ഫ്രണ്ട്ഷിപ്പാണ്, അയാൾക്ക് അങ്ങനെ ഒരു ദുർഗുണമുണ്ട്, പക്ഷെ ഞാൻ അയാളോട് ഇന്ന് വരെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാരണം? ഞങ്ങൾ അത്രയും വലിയ ക്ലോസ്. എന്നാൽ ഈ ദുനിയാവിന്റെ തീ അയാളെ സ്പർശിക്കരുത് എന്ന നിലക്ക് നമ്മൾ ഓടിച്ചാടിച്ചെന്ന് ചാക്കെടുത്ത് വെള്ളം ഒഴിച്ച് കൊട്ടിപ്പടഞ്ഞ് ആളെ വിളിച്ചുണർത്തി വേഗം പുറത്തേക്ക് എടുത്തെറിഞ്ഞ് അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യുന്ന നമ്മള് ആഖിറത്തിലെ തീയിൽ അയാൾ ശാശ്വതമായി ചെന്ന് വീഴുമെന്ന് പറയുന്ന അയാളിലുള്ള ദുർഗുണത്തെ കുറിച്ച് അയാൾ ഒന്ന് ഗുണദോഷിക്കാൻ എനിക്കെന്റെ ഫ്രണ്ട്ഷിപ്പ് തടസ്സമാണല്ലേ എങ്കിൽ ആ ക്ലോസ് എന്ത് ക്ലോസാ? അതെന്ത് ബന്ധമാ? അതിന് പിന്നെ എന്ത് അടുപ്പം, എന്ത് സ്നേഹം എന്നാ പറയാ? അതുകൊണ്ട് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് പലപ്പോഴും ഉപദേശം കൊടുക്കാൻ നമുക്ക് ലജ്ജ തോന്നാറുണ്ട്. ആ ലജ്ജ നിഷിദ്ധമാണ്. ഏറ്റവും അടുപ്പുള്ളവരോടായിരുന്നാലും കാര്യം പറയാൻ ലജ്ജിക്കരുത്, അതിന് മടി ഉണ്ടാവില്ല. ഹക്ക് തുറന്നു പറയുന്ന വിഷയത്തിൽ മടിയുണ്ടാകരുത്. തിന്മക്കെതിരെ പ്രതികരിക്കുന്ന വിഷയത്തിൽ മടിച്ചു പിന്നോക്കം നിൽക്കരുത്. ഒരു തിന്മ സമൂഹത്തിൽ കാണുകയാണ്, ആ തിന്മക്കെതിരെ പ്രതികരിക്കണം. ആ പ്രതികരിക്കേണ്ട രംഗത്തെ ഞാനില്ല എന്നിട്ട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്നുണ്ടല്ലോ. നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് വരണം.
ചില ആളുകൾക്കുണ്ടാവും അള്ളാന്റെ മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ ചിലപ്പോൾ മടിയുണ്ടാവും. മടിയാണ്. ഒരാളോട് പറയണം വിളിച്ചിട്ട് റസൽ ഹൈമയിൽ ഇങ്ങനെ സാൽമീൻ സുവൈദി പള്ളിയിലൊരു ക്ലാസ് ഉണ്ട്, ഒരാളെ കാണുമ്പോൾ ഒന്ന് പറയണമെന്ന് ഞാൻ പറയില്ല, എനിക്ക് മടിയാണ്, ഞാൻ അങ്ങനെ തോന്നുന്നു വരെ പറഞ്ഞിട്ട് ഒരു CD കൊടുക്കുക, എനിക്ക് മടിയാണ്, അതെനിക്ക് മടിയാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊന്നും മുന്നിൽ വരിക, ഒരു നോട്ടീസ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ആളുകളുടെ മുമ്പിൽ ഒന്ന് വിതരണം ചെയ്യണമെങ്കിൽ അതിന് കുറച്ചൊരു ഈമാൻ വേണം. പള്ളിയുടെ മുമ്പിൽ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ മാറിക്കും, എനിക്കത് പറ്റൂല, അതെനിക്ക് പറ്റൂല, എനിക്കത് ശീലിച്ചിട്ടില്ല, അത് മടിയാ, ലജ്ജയാ. അതുണ്ടോ? നല്ല കാര്യം ചെയ്യാൻ ലജ്ജയുണ്ടോ? നല്ല കാര്യം ചെയ്യാൻ മടിയുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കണ്ട. അഹമഹമികയാ മുന്നോട്ട് വരാൻ, ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് വരാൻ, ആവേശത്തോടുകൂടി അതിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയാൽ അത് എനിക്ക് എന്റെ റബ്ബ് നൽകിയ നിഅമത്താണെന്നാ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാനതാ മനസ്സിലാക്കേണ്ടത്. എനിക്കൊരുപാട് ആളുകളെ യഥാർത്ഥമായ മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള മുൻനിരയിൽ എനിക്ക് അള്ളാഹ് തൗഫീക്ക് തന്നല്ലോ എന്ന ആ സ്വഭാവവും ശുക്രുമാണ് എനിക്ക് വേണ്ടത്. അതല്ലാതെ ഞാൻ മാറി പോകലല്ല, പിന്നാക്കം ഇങ്ങനെ നിൽക്കുക, രംഗത്ത് നിന്ന് മാറിപ്പോകുക, ഒന്നിനും വിളിച്ച അയാളില്ല, ഒരു കാര്യത്തിനും അയാളില്ല, ഒരു പ്രവർത്തനത്തിനും അയാളില്ല. എന്താ കാരണം? അയാൾക്ക് ലജ്ജയാണ്, മടിയാണ്, അതൊന്നും എനിക്ക് ശീലിച്ചിട്ടില്ല. എല്ലാം ഹറാമായ ലജ്ജകളാണ്. സൽക്കർമ്മങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കാതെ ആവേശം കാണിക്കണം എന്ന് ആവശ്യത്തെ ഖുർആൻ പറഞ്ഞു. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ആവേശത്തോടെ മത്സരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ വീറും വാശിയും കാണിച്ച് മത്സരം നടത്തട്ടെ. ഖുർആൻ പറയുന്നു, സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ലജ്ജയില്ല, അതേ അവസരത്തിൽ നരകത്തിൽ പോകുന്ന കാര്യങ്ങളിൽ ലജ്ജിക്കണം. അതാണ് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറയുന്നത്. ഈ ലജ്ജ നമ്മുടെ ഖൽബിൽ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായാൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മകൾ ചെയ്യാനും നമുക്ക് ആവേശം ഉണ്ടാവും. കാരണം എപ്പോഴാ? ആരും കാണാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്, ആ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. അതാ ഇഖ്ലാസ്. നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. എന്താ കാരണം? അള്ളാഹ് കാണുന്നുണ്ട്. ഒരാളും കാണാനോ അറിയാനോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എന്റെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു വചനമുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയാണ്, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നീ കാണുന്നില്ലേ ആകാശഭൂമികളിലുള്ളത് മുഴുവനും അല്ലാഹു അറിയുന്നുണ്ടെന്ന്. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ഇത് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു ആശയമാണ്. എന്തിന്? ഇനിയെങ്കിലും വാപ്പിയും മക്കളും ഉമ്മയും പെങ്ങന്മാരും എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് ഹറാമ് ചെയ്യാതിരിക്കാൻ, ഹറാമിലേക്ക് പോകാതിരിക്കാൻ, ഹറാമായ പ്രവൃത്തികളിൽ ഇടപെടാതിരിക്കാൻ, ഹറാമായ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ, നന്മകൾ ധാരാളം ചെയ്യാൻ ഈ വചനം നമുക്ക് പര്യാപ്തമാകണം. എന്താ അല്ലാഹ് പറയുന്നത്? നീ കാണുന്നില്ലേ ആകാശഭൂമികളിലുള്ളത് മുഴുവനും അല്ലാഹ് അറിയുന്നുണ്ടെന്ന്. എത്രത്തോളം? മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. നിങ്ങൾ 3 പേര് കൂടി ഒരു സ്ഥലത്ത് വെച്ച് സ്വകാര്യമായിട്ട് എന്തെങ്കിലും സംഭാഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ 4ാമനായി നിങ്ങളുടെ കൂടെ റബ്ബുണ്ട്. നിങ്ങൾ 3 ആള് കൂടിയിട്ട് ഒരു സ്ഥലത്ത് എന്തോ ഒരു പണി ഒപ്പിക്കണം, സൽക്കർമാവട്ടെ ദുഷ്കർമാവട്ടെ എന്താണെങ്കിലും അല്ലാഹ് അറിയുന്നുണ്ട്. അല്ലാഹ് ഉണ്ട് അവിടെ. അല്ലാഹു 4ാമനായിട്ടുണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. 5 ആള് കൂടിയിട്ടൊരു സ്വകാര്യ ഗൂഢാലോചന നടത്തുമ്പോ 6ാമനായിക്കൊണ്ട് റബ്ബുണ്ട് കേട്ടോ. ഇനി അതുകൊണ്ടൊന്നും നിർത്തിയില്ല. വലാദിനാമിൻ ദാലിക. ഇനി 3 ആള് വേണമെന്നില്ല, 2 ആളാവട്ടെ, അതിലും കുറഞ്ഞ് നീ ഒറ്റക്കാണെങ്കിലും. ഇനി വലാക്സറ, അതിനേക്കാൾ അധികരിച്ചവർ 5ഓ 10ഓ 1000മോ ആരോ ആകട്ടെ, എത്രയാള് കൂടുതലാണെങ്കിലും എത്രയാള് കുറഞ്ഞ് നീ ഒറ്റക്കാണെങ്കിലും ഇല്ലാഹു മഅഹും ഐനമാ കാനൂ. അവരെവിടെയാണെങ്കിലും അല്ലാഹ് അവരുടെ കൂടെയുണ്ട്. എന്നിട്ടോ അല്ലാഹ് ഉണ്ട് എന്ന് എന്തിനാ പറഞ്ഞിരുന്നത്? സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലൂ.
അവര് ചെയ്തത് മുഴുവനും പിന്നീട് റബ്ബ് അവർക്ക് പറഞ്ഞു തരും. യൗമൽ ഖിയാമ, നീ മരിച്ചു പരലോകത്തേക്ക് എത്തുമ്പോൾ നിന്റെ രഹസ്യ പരസ്യങ്ങളുടെ ചുരുളഴിയുകയാണ്. അവിടെ നിന്നോട് അവിടെ പറഞ്ഞു തരും, ഇന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, നിശ്ചയം അല്ലാഹ് എല്ലാ കാര്യത്തെക്കുറിച്ചും നന്നായി അറിവുള്ള അലീമാണ്. വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ മുന്നറിയിപ്പ്. ഈ ആയത്ത് നമ്മുടെ മനസ്സൊന്നും പോകാതെ ഈ ആശയം നമ്മുടെ മനസ്സിൽ എന്നും നിലനിന്നാൽ ലജ്ജയോടെ നമുക്ക് തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാം. ലജ്ജയില്ലാതെ നന്മകളിലേക്ക് ആവേശപൂർവ്വം മുന്നേറാം. അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. മാറ്റങ്ങൾ സ്വന്തത്തിൽ നിന്ന് തുടങ്ങുക, സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ ഒരു നല്ല സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടി, ഈമാനുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിൽ നമ്മൾ പങ്കാളികളാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ലജ്ജയില്ലായ്മയിൽ നിന്നും നാണമില്ലായ്മയിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും മക്കളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ളവർ അന്ത്യം അല്ലാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. സൽക്കർമ്മങ്ങളിൽ കൂടുതൽ ആവേശപൂർവ്വം മുന്നേറുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ദുഷിച്ച പ്രവണതകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഈമാനുള്ള ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.